കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ നഷ്ടപരിഹാര പട്ടികയിൽ അപാകതയെന്ന് പരാതി. റവന്യൂ അധികൃതർ നൽകിയ പട്ടികയിലാണ് അപാകത കണ്ടെത്തിയത്. പട്ടികയിൽ അനർഹരും ഉൾപ്പെട്ടു എന്നാണ് ആരോപണം. വിഷയത്തിൽ റവന്യൂ വകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പരാതി പരിഹരിക്കാനുള്ള നീക്കം തുടങ്ങി എന്ന വിവരം കൂടി വരുന്നുണ്ട് ആ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ജൂലൈയിലാണ് വിലങ്ങാടിനെ നടുക്കി ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി പേർക്ക് വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടമായി. റവന്യൂ അധികൃതർ നഷ്ടപരിഹാരം ലഭിക്കേണ്ടവരുടെ പട്ടിക പുറത്തിറക്കി. അർഹതയുള്ള പലരും ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാണ് പരാതി. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി റവന്യൂ അധികൃതർ തയ്യാറാക്കിയ പട്ടികയിൽ അപാകതയുണ്ടെന്നാണ് പരാതി. നേരത്തെ തയ്യാറാക്കിയ പട്ടികയല്ല ഇപ്പോൾ പരിഗണിക്കുന്നത്. അർഹരായ പലരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും അനർഹർ പട്ടികയിൽ കയറിക്കൂടിയെന്നും പ്രദേശവാസികൾ. ഏകദേശം 110ഓളം ആളുകൾ ഈ ദുരന്തത്തിൽ നേരിട്ട് ഇരകളായവരാണ്. സർക്കാർ പുറത്തിറക്കിയ ലിസ്റ്റിൽ അത് 53 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അതിൽ 36 പേർക്കാണ് സർക്കാർ ധനസഹായം ആലോചനയിലുള്ളത്. അത് മതിയാവത്തില്ല. ഈ മുഴുവൻ ആളുകൾക്കും സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിക്കണം. വീട് മാത്രം നഷ്ടപ്പെട്ട 25 പേരാണ് പട്ടികയിലുള്ളത്. വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടമായവരുടെ പട്ടികയിൽ 11 പേർ. വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ട 15 പേരുടെ ലിസ്റ്റുമുണ്ട്. എന്നാൽ ദുരിതബാധിതർ 100-ലേറെ വരുമെന്ന് നാട്ടുകാർ പറയുന്നു. രാഷ്ട്രീയമായ ഇടപെടലുകൾ ഇതിനുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഈ പ്രദേശത്ത് വീടിനുള്ളിൽ കൂടി വെള്ളം കയറി ഒഴുകിയ വീടുകൾ പോലും ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിൽ താമസിക്കുന്ന ഒരുപടി ആളുകൾ വീടിന് വേണ്ടി കേഴുകയാണ്. സർക്കാർ ഇതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നു. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. പരാതി ഉയർന്നതിനു പിന്നാലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സംഘം വിലങ്ങാട് വില്ലേജ് ഓഫീസിലെത്തി പരിശോധന ആരംഭിച്ചു. വടകര ഡെപ്യൂട്ടി തഹസിൽദാർ TP അനിതയുടെ നേതൃത്വത്തിലാണ് പരിശോധന. പട്ടികയിലെ അപാകതയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഈ മാസം 18-ന് പ്രതിഷേധ സംഗമം നടത്തും. വീട് നഷ്ടപ്പെട്ട് വാടകയ്ക്കു താമസിക്കുന്നവരുൾപ്പെടെ നഷ്ടപരിഹാരത്തിന്റെ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പ്രശ്നം പരിഹരിച്ച് പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് റവന്യൂ അധികൃതരുടെ ഉറപ്പ്. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.